ദേശീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ഉന്നത വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ.വി. റീന ഉദ്ഘാടനം നിർവഹിച്ചു. കരിയർ ഗൈഡൻസ് മേഖലയിൽ പ്രശസ്തനായ ടി.വി. അബ്ദുൽ ഗഫൂർ മാസ്റ്റർ ക്ലാസ് എടുത്തു. തങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനുമനുസരിച്ചുള്ള കരിയർ നേരത്തെ തന്നെ തിട്ടപ്പെടുത്തി പഠനം ലക്ഷ്യബോധത്തോടുള്ള പ്രക്രിയയാക്കി മാറ്റാനുള്ള പ്രചോദനം ഉൾക്കൊള്ളിച്ചായിരുന്നു ഗഫൂർ മാസ്റ്ററുടെ ക്ലാസ്. വർത്തമാനകാലത്തെ വിദ്യാഭ്യാസത്തിലും ഉപരിപഠന സാധ്യതകളിലും വന്നിട്ടുള്ള പൊടുന്നനെയുള്ള മാറ്റം അദ്ദേഹം കൃത്യമായി പ്രതിപാദിച്ചു. ഔപചാരിക വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ച് അത് പൂർണ്ണതയിലെത്തിക്കാനും വിദ്യാർത്ഥികളുടെ ബൗദ്ധിക ലോകം വിശാലമാക്കുന്നതിനും വായനശാലകൾ വഹിക്കുന്ന പങ്ക് അവർ സൂചിപ്പിക്കുകയുണ്ടായി. വിവിധ മത്സര പരീക്ഷകൾ ഉന്നത വിജയം കൈവരിച്ച നാടിന്റെ പ്രതിഭകളായ 33 പേരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കാനഡയിൽ പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യുന്ന നാട്ടുകാരിയായ അനഘ ദിനേശ് പരിപാടിയിൽ പങ്കെടുത്തു. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലെ വാൻകൂർ സിറ്റിയിൽ കനേഡിയൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ഡയറ്റ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന അനഘ ദിനേശ് തന്റെ നാട്ടനുഭവങ്ങളും കനേഡിയൻ അനുഭവങ്ങളും ഹൃദ്യമായി പങ്കുവച്ചത് സദസ്സിനാകെ പ്രചോദനമായി. അനുമോദനത്തിന് മറുപടിയായി കേന്ദ്ര സർക്കാർ നടത്തുന്ന NET JRF പരീക്ഷയിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ 80ാം റാങ്കോടെ ഉന്നത വിജയം നേടിയ മാധവ് BS, PSC ജോഗ്രഫി പരീക്ഷയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ 7ാം റാങ്ക് നേടിയ ശിവനന്ദ MP എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ഹൃദ്യമായി പരിപാടി മാറി. മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസവും നല്ല കരിയറും നേടിക്കൊടുക്കുന്നതോടൊപ്പം അവരെ നല്ല മനസ്സുള്ളവരും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരാക്കി മാറ്റണമെന്നുള്ള സന്ദേശവും ചടങ്ങിലുണ്ടായി. ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത് കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല, ആ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എല്ലാവരെയും ശ്രദ്ധിച്ചു, രക്ഷിതാക്കൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നല്ല രീതിയിലേക്ക് അത് ശ്രദ്ധിക്കുന്നതും കാണാൻ വേണ്ടി കഴിഞ്ഞു. വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നല്ലൊരു താല്പര്യത്തോടു കൂടി ഞങ്ങൾക്കിത് മനസ്സിലാക്കേണ്ടതാണ്, ഞങ്ങൾക്ക് ഭാവിയിൽ ഇത് ആവശ്യമാണ് എന്നുള്ള തരത്തിലേക്ക് എല്ലാവരും ശ്രദ്ധാപൂർവം അത് കേൾക്കുന്നത് കണ്ടു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇന്ന് പാലയാട് ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റ് എന്നെ ഇങ്ങനെ ഒരു അനുമോദന പരിപാടിയുണ്ട്, വരണം, നിങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാവും എന്ന് ഉറപ്പ് കൊടുത്തു. എന്നുവെച്ചാൽ പ്രസിഡന്റ് എന്നോട് ചോദിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ ഇല്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ആ ചോദ്യത്തിന് അർത്ഥം. നമുക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകി. പക്ഷേ അതിനുശേഷം എനിക്ക് ഇന്നൊരു പരിപാടി ഒഴിച്ചുകൂടാൻ പറ്റാത്തത് വരികയും ചെയ്തു. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് K.K. രാജേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീനിവാസൻ മാസ്റ്റർ, രക്ഷാധികാരി E. നാരായണൻ മാസ്റ്റർ, TC സജീവൻ, K.K. ഗിരീഷ് ബാബു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ശശിധരൻ KK, സജി PK, കുഞ്ഞിരാമൻ KK, VK വിജയൻ മാസ്റ്റർ, രജിഷ MK, ഹരികൃഷ്ണ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 4ാം ക്ലാസ് വരെ പഠിച്ച് അതുപോലെ തന്നെ ചെട്ടിയാത്ത് UP സ്കൂള്, JNM, അങ്ങനെ ഗവൺമെന്റ്